പുതിയതായിട്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങി നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ലാമിനേഷൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ടോ അത് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ നിങ്ങൾ ഇതിൽ ലാമിനേഷൻ കോട്ടിങ് കളയോട് കൂടി തന്നെ ഇതിന്റെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്റ്റാർ റേറ്റിംഗ് വാറന്റി പീരീഡ് ഒന്നും റിമൂവ് ചെയ്യാൻ പാടില്ല. പുറത്തത്തെ ഈ ഒരു ലാമിനേഷൻ കോട്ടിങ് മാത്രമാണ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിന്റെ ഗ്ലാസ് ട്രേസ് ഒന്നും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഒട്ടിച്ചിട്ടുണ്ടോ അത് അതിന്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കറിന്റെ സ്മെല്ല് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്നപ്പോൾ തന്നെ പ്ലഗ് ഓൺ ചെയ്യാൻ പാടില്ല. ഒരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് പ്ലഗ് ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ വെള്ളം ഇടുക. അത് നമ്മുടെ ഫ്രീസറിനുള്ളിൽ വെക്കുക. അതൊരു 1 അവറിന് ശേഷം മാത്രമേ അത് തണുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് എല്ലാ ഫുഡും നിങ്ങൾ വെച്ചിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്രസ് ചെയ്യാനും അല്ലെങ്കിൽ തണുക്കാനും ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടോ എന്നും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിൽ വെള്ളം അതിന്റെ ഫ്രീസറിൽ വെക്കുക. അത് തണുത്തതിന് ശേഷം നിങ്ങൾ ബാക്കി ഫുഡൊക്കെ കയറ്റി വെച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കുന്ന പ്ലേസിൽ എപ്പോഴും ഒരു ബാക്ക് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ 2 സൈഡുകളിലാണെങ്കിലും ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തിടുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജിന് സ്റ്റെബിലൈസർ വെക്കണം എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫ്രിഡ്ജിന് സ്റ്റെബിലൈസർ വെക്കുന്നത് തന്നെയാണ് ഒരു 100% സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജിന്റെ വില ഒരു 30,000 രൂപയാണെങ്കിൽ ഇതിന് 1 ഇയർ വാറണ്ടി മാത്രമേ കമ്പനി കൊടുക്കുള്ളൂ. ദെൻ ഇതിന്റെ കംപ്രസറിന് 10 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. ഒരു സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ 5 ഇയേഴ്സ് ആ ഒരു സ്റ്റെബിലൈസറിന് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജിനെ സംബന്ധിച്ച് എപ്പോഴും സേഫ്റ്റിയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന ഫ്രിഡ്ജുകളെല്ലാം ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസറോട് തുടങ്ങിയ ഫ്രിഡ്ജുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇലക്ട്രിക് ബോർഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നുണ്ട്, PCB ബോർഡ്. അപ്പൊ ഈ ഒരു ബോർഡ് വരുമ്പോൾ ഈ വോൾട്ടേജ് ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് പ്രൊട്ടക്ഷൻ ചെയ്യും. ഇനി ഫ്രിഡ്ജിനെ സംബന്ധിച്ച് ഫ്രിഡ്ജിന്റെ സ്റ്റിക്കറിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ. ഇതിൽ നമുക്കൊരു 100 വാൾട്ട് തൊട്ട് 310 വാൾട്ട് വരെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഓവറായിട്ട് കൂടുക അല്ലെങ്കിൽ കുറയുകയൊക്കെ ചെയ്താലാണ് ഒരു സ്റ്റെബിലൈസർ വെച്ചതുകൊണ്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫ്രിഡ്ജിനെ സംബന്ധിച്ച് അതിന് സ്റ്റെബിലൈസർ വെക്കുന്നത് തന്നെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഡോർ ഒരു കാരണവശാലും ഭയങ്കര ശക്തിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഗ്യാസ്കറ്റ് കാണാൻ പറ്റും. എന്നല്ലെങ്കിൽ ഇത് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ബെൻഡ് ആയിരിക്കും. ഇങ്ങനെ ബെൻഡ് ആയിരിക്കുമ്പോൾ ഒന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് കൂളിംഗ് ലോസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ കൂളിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷനിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. പിന്നെ ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കിറ്റ് മാറണമെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ക്ലോസ് ചെയ്യുന്നത് സേഫ്റ്റി ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് മൺസൂൺ സീസൺ ഒക്കെ ആവുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ 2 സൈഡുകളായിട്ട് ചെറിയ രീതിയിലുള്ള ഹ്യൂമിഡിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡബിൾ ഡോറിൽ മറ്റ് ബ്രാൻഡുകളിലൊക്കെ പുറത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽസ് ഉണ്ടാവും. ഇതിന്റെയും പുറത്തായിട്ട് ചെറിയ ഹ്യൂമിഡിറ്റി കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലൈന്റ് അല്ല. അറിയാം, സിംഗിൾ ഡോർ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിൽ കോയിൽസ് കാണാൻ പറ്റും. അതുപോലെ ഡബിൾ ഡോറിനുള്ളിലും ഈ പറഞ്ഞ കോയിൽസ് വരുന്നുണ്ട്. പക്ഷെ അത് കൺസീൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മൺസൂൺ സീസണിൽ ഇതിന്റെ 2 സൈഡിലും ഹ്യൂമിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ 2 സൈഡിലും ഹ്യൂമിഡിറ്റിക്ക് പകരം ഓവറായിട്ടുള്ള ഹീറ്റ് ആയിരിക്കും വരാം. അപ്പോൾ അതൊരു കംപ്ലൈന്റ് അല്ല, അത് ഫ്രിഡ്ജിൽ എല്ലാ ഡബിൾ ഡോറിലും വരുന്ന ഒരു കോമൺ ഫാക്ട് ആണ്. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ സ്റ്റെബിലൈസർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ വെക്കുന്നത് കുറച്ച് സേഫ്റ്റി ആയിരിക്കും. കാരണം ഈ വോൾട്ടേജിൽ കൂടുതൽ വേരിയേഷൻ വരുമ്പോഴാണ് ഈ ഒരു ഫ്രിഡ്ജിന്റെ 2 സൈഡിൽ നിന്നും നല്ല രീതിയിൽ ഓവർ സൗണ്ട് ഉണ്ടാവുക. അപ്പൊ സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു സൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് ഇപ്പൊ കോമൺലി ഒരു ഡബിൾ ഡോർ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള സ്റ്റീൽ ഫിനിഷിംഗ് കളറാണ്. എന്തുകൊണ്ടാണ് കമ്പനി ഈ ഒരു കളർ ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കളർ ഫെയ്ഡ് വരില്ല. കാരണം ഒരുപാട് നാൾ കഴിഞ്ഞാലും ഈ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന ഫ്രിഡ്ജുകളിലൊന്നും ഹാൻഡിൽ വരുന്നില്ല. എല്ലാം ഹാൻഡിൽ ഫ്രീ മോഡൽസ് ആണ് കമ്പനീസ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഫ്രീസറിന്റെ ഉള്ളിൽ ഒരുപാട് ഫുഡ് നിങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ ടൈമും നിങ്ങൾ മോർണിംഗ് ടൈമിൽ ഒരു 8 മണിക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ പവർ കട്ടായി.
ദെൻ വൈകിട്ട് ഒരു 5 o'clock ഈ പറഞ്ഞ പവർ വരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിനുള്ളിൽ ഒരുപാട് ഫുഡ് നിങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡീഫ്രോസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്കിലത്തെ ട്രൈയിലേക്ക് വരും. അത് ഫുഡ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ട്രൈന്ന് വാട്ടർ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഫ്രിഡ്ജ് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റ് ചെയ്ത് പോകും. നേരെ മറിച്ച് ഫുഡ് ഒരുപാട് ലോഡ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഡബിൾ ഡോറിനെ സംബന്ധിച്ച് ഫ്രീസറിൽ നമ്മൾ എന്ത് ഫുഡാണോ വെക്കണേ അത് മാത്രമാണ് ഫ്രോസ്റ്റ് ആവുള്ളൂ. ഒരു കാരണവശാലും അത് ഫുൾ ആയിട്ട് ഐസ് കട്ട പിടിക്കുന്ന ഒരു പ്രോബ്ലം ഒന്നും ഡബിൾ ഡോർ ഉണ്ടാവില്ല. നമ്മൾ വെക്കുന്ന എന്താണോ ഫുഡ് വരുന്നത് അത് മാത്രം ഫ്രോസ്റ്റ് ആവും. ദെൻ അതിന്റെ ബാക്കിലുള്ള ട്രയലിലേക്ക് വെള്ളം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഹീറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഡബിൾ ഡോർ വാങ്ങി ഉപയോഗിക്കുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നമ്മുടെ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കമ്പനിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്? നിങ്ങൾ പിറ്റാബിളിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റാബിളിയുടെ ബില്ലിൽ തന്നെ ഇതിന്റെ സർവീസ് സെക്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടോ, ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഒന്നല്ലെങ്കിൽ ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അല്ലെങ്കിൽ പിറ്റാബിളിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെ സൈഡിലായിട്ട് ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിറ്റാബിളി അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സർവീസ് ടീം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിന്റെ ഒക്കെ വാറണ്ടിയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതൊരു ഡബിൾ ഡോർ എടുക്കുകയാണെങ്കിലും 1 years ആണ് ഫുൾ കവേർഡ് വാറണ്ടി കമ്പനി കൊടുക്കണേ. ദെൻ ഇതിന്റെ കംപ്രസറിന് നമുക്ക് LG, വേൾപൂൾ, ഗോദ്രേജ് പോലെ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ 10 വർഷം, സാംസങ്ങിന്റെ ഡബിൾ ഡോറിന് 20 years വരെ കംപ്രസർ വാറണ്ടി ഉള്ള ഫ്രിഡ്ജുകളുണ്ട്. അതുപോലെ തന്നെ ഇനി പിറ്റാബിളിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 1 year വാറണ്ടി എന്ന് പറയുന്നത് അഡീഷണൽ നിങ്ങൾക്ക് +2 years കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓഫേഴ്സ് നമ്മുടെ പിറ്റാബിളി ഏജൻസിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട്, അതായത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ നിന്നും ഡബിൾ ഡോർ ഫ്രിഡ്ജിലേക്ക് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാം. അത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന എല്ലാ ബ്രാൻഡുകളും ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസർ കൂടിയ വരുന്ന ഫ്രിഡ്ജുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻവെർട്ടർ കംപ്രസറിലേക്ക് വരുമ്പോൾ അതിന് കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് എടുക്കുള്ളൂ. നിങ്ങളൊരു 10 വർഷം മുമ്പ് ഉള്ള ഫ്രിഡ്ജൊക്കെയാണ് ഇപ്പോൾ ഡബിൾ ഡോർ അല്ലെങ്കിൽ സിംഗിൾ ഡോർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും 10 വർഷം മുമ്പ് ഫ്രിഡ്ജുകളിലൊക്കെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ നമുക്ക് നിങ്ങൾ പുതിയതായിട്ട് ഒരു ഡബിൾ ഡോർ ഒക്കെ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഇതിന്റെ കംപ്രസർ എന്നൊക്കെ പറയുന്നത് എല്ലാം ഇൻവെർട്ടർ കംപ്രസറുകളായി. തന്നെ ഇതിന്റെ രണ്ടാമതായിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗിൽ 2 star റേറ്റഡ് വരുന്ന ഫ്രിഡ്ജും 3 star റേറ്റഡ് വരുന്ന ഫ്രിഡ്ജാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് വരുന്നത്. അത് 3 സ്റ്റാറിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ 2 സ്റ്റാറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും കൺസ്യൂം ചെയ്യുക. തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ LG പോലെ കമ്പനീസിലേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സാംസങ് പോലെ കമ്പനീസിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡബിൾ ഡോറുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രിഡ്ജ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ ഫ്രിഡ്ജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫ്രിഡ്ജുകളിൽ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീസറിൽ യൂസ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജിനെ വേണമെങ്കിൽ കൺവെർട്ട് ചെയ്തിടാം. അതായത് ഫ്രീസർ സെക്ഷനും കൂടി ഫ്രിഡ്ജാക്കി ഉപയോഗിക്കാനുള്ള ടെക്നോളജി നമ്മുടെ ഇപ്പോഴത്തെ ഫ്രിഡ്ജുകളിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഫ്രിഡ്ജായി മാറുന്ന സമയത്ത് ഫ്രീസറിലാണ് ഒരു ഡബിൾ ഡോറിന് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുക. ദെൻ ഇത് ഫുൾ ആയിട്ട് ഫ്രിഡ്ജ് ആകുമ്പോൾ അതിന് ഇലക്ട്രിസിറ്റി കൺസംഷനിൽ നല്ല രീതിയിലുള്ള മാറ്റം ഫ്രിഡ്ജിന് വരും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിലും അബ്രോഡ് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് വരുന്ന ഫ്രിഡ്ജുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. then ഇതുപോലെ തന്നെ ഫ്രിഡ്ജുകൾ തന്നെ പല രീതിയിലുള്ള മോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രിഡ്ജുകളും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ കോമൺലി വരുന്ന ഒരു കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഫീച്ചറാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ വരുന്നത്. അതുപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ എല്ലാ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫുള്ളും കൺസീൽഡ് ചെയ്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒരു ഫ്രിഡ്ജുകളും ഓപ്പൺ ആയിരിക്കില്ല, അതിന്റെ ഫുള്ള് കൺസീൽഡ് ആണ്. അതിന്റെ ബാക്ക് സൈഡിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഡിഫ്രോസ്റ്റ് ആയി പോകും. ഇനി പലർക്കും വരുന്ന ഡൗട്ടാണ് ഇതിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവും എന്നുള്ളത്. മിക്ക ബ്രാൻഡുകളിലും ഫ്രീസറിന്റെ ഉള്ളിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇതിന്റെ ഫ്രിഡ്ജ് സെക്ഷനിൽ മാത്രമാണ് ലൈറ്റ് ഉണ്ടാവുക. ഇതിന്റെ ഏറ്റവും ഈ ഒരു ഗ്രൗണ്ട് സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു പുതിയ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ നിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നമ്മുടെ പിറ്റാബിൾ ഏജൻസിയിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പിറ്റാബിൾ ഏജൻസിയുടെ സ്റ്റോറിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. മറ്റാർക്കും നൽകാൻ പറ്റാത്ത നല്ല മികച്ച ഓഫറുകളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഹോം അപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് പിറ്റാബിളിയുടെ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.